ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ പേരെങ്കിലും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ തന്നെ ആവാനാണ് ഒരു സാധ്യത കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് കുറേ പേർക്കെങ്കിലും നിങ്ങളുടെ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കൂടുതലും മണി മാറ്റേഴ്സിന്, അതായത് ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. സോ കുറേ പേരെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനോ ഒക്കെ വരാനുള്ള ഒരു റീസൺ പോലും കുറേ പേർക്കെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടിട്ട് അവരകന്ന് മാറിപ്പോയി. അല്ലെങ്കിൽ ചിലർക്കൊക്കെ തന്നെ റീസൺ അറിയായിരിക്കാം, ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഫിനാൻഷ്യലി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ അകന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ കുറേ പേർക്ക് ഒന്നും തന്നെ എന്താണ് റീസൺ എന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്ത് തന്നെയാണെങ്കിലും ഒരു പണത്തിന് കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും കുറച്ച് പേരെങ്കിലും, ചിലപ്പോൾ വളരെ കുറച്ച് പേരെങ്കിലും മനഃപൂർവ്വം അല്ലാതെ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ച് പോകുന്ന സമയത്ത് ഒരു ഫിനാൻസും കാര്യങ്ങളും ഒക്കെ എന്തായാലും ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യലി കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആവണം, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒരു സ്റ്റെബിലിറ്റി വേണം എന്ന് കരുതിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവാം. പക്ഷെ കുറച്ച് പേരൊക്കെ തന്നെ ഒരു മണി മാറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി കുറച്ചൊരു ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നറിഞ്ഞപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതിനൊരു തടസ്സമാകുമെന്ന് കണ്ട സമയത്ത് പതിയെ പതിയെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത പോലെ അത്തരം ഒരു എനർജിയും ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ നിങ്ങളെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഫുൾ ടൈം തരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു റീസൺ ഇതാണ്, അല്ലെങ്കിൽ പുതിയൊരു ഒരു ഫിനാൻഷ്യലി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ എതിർക്കുമോ എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടൊരു ആൻസർ പോലും തരാതെ ചിലർ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഒരു വ്യക്തത പോലും വന്നിട്ടില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായതെന്ന് പോലും മനസ്സിലാവാണ്ട് നിൽക്കുന്നവരുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും കിങ് ഓഫ് സ്വാർട്സിന്റെ എനർജി നോക്കുകയാണെങ്കിൽ തന്നെയും ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ടയർഡപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളെ അവോയ്ഡ് ചെയ്തത്, അല്ലെങ്കിൽ എന്ത് കാര്യം നേടാനായിട്ടാണോ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിന്നത്, അതൊന്നും തന്നെ പോസിബിൾ ആയിട്ടില്ല. അതിന് പകരം എന്നോണം ഭയങ്കരമായിട്ടുള്ള ഒരു ലോസ് ഫീലിംഗ് ആണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത്. അതുപോലെ ഭയങ്കരമായിട്ടുള്ള ഒരു ടയർഡപ്പ് സിറ്റുവേഷൻ, ഏത് കാര്യത്തിന് വേണ്ടിയിട്ട് മാറി നിന്നോ അതിൽ നിന്നൊക്കെ തന്നെ ഒരു ബേർഡൻ അനുഭവിക്കുന്ന ഒരു കാര്യം. മേ ബി ഒരു ഫിനാൻഷ്യലി അവർ മുന്നോട്ട് പോയി, ഒരുപാട് പേര് ചിലപ്പോൾ ഇവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഫിനാൻഷ്യലി എന്തെങ്കിലും ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഒരു പണത്തിന്റെ കാര്യമാണ് കൂടുതലിവിടെ മനസ്സിലാവുന്നത്. കാരണം അത്തരം ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി, പക്ഷെ അവിടെ അബദ്ധം സംഭവിച്ചു എന്നുള്ളതാണ്. ഒരു മിസ്റ്റേക്ക് പറ്റി, അല്ലെങ്കിൽ ആ എന്ത് കാര്യമാണോ അവർ നേടണമെന്ന് ആഗ്രഹിച്ചത് അതൊന്നും തന്നെ സാധിച്ചതുമില്ല. അതിന്റെ ഇരട്ടി തന്നെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ അതിന് ഇരട്ടിയായിട്ട് അതിന് നേരെ തിരിച്ചടി എന്നോണം അത് ഒന്നും തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് അവരിപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർക്കൊരു റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. ആരാണ് അവരെ യഥാർത്ഥമായിട്ട് സ്നേഹിച്ചത്, അല്ലെങ്കിൽ ഒരു ഫേക്കായിട്ട് നിന്നിട്ടുള്ളത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് ഒരുപാട് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓരോരുത്തരെയും ഒരുപാട് ലൈഫ് ലെസൺസ് അവർക്ക് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്തിനോടകം. കാരണം അത്രയധികമായിട്ട് അവരിപ്പോൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. കാരണം ആരാണ് അവരെ കൂടുതലായിട്ടും കെയർ ചെയ്തിട്ടുള്ളത്, ഒന്നും പ്രതീക്ഷിക്കാണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ഓരോ കെയറിങ്ങും സ്നേഹവും ഒക്കെ തന്നെ അവർക്ക് കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാല്യൂ അവർ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ 8 ഓഫ് കപ്സിന്റെ എനർജി നോക്കായിക്കോട്ടെ, 9 ഓഫ് വാണ്ട്സ്, 2 ഓഫ് വാണ്ട്സ് ഒക്കെ ആണെങ്കിൽ തന്നെയും അവർ ക്ഷമയോടുകൂടി തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തിരികെ വരണം എന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കായിട്ട് അവർ ചെയ്തു പോയിട്ടുള്ളൊരു മിസ്റ്റേക്കായിട്ട് തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കൂടുതൽ പേർക്കും നിങ്ങളുടെ വ്യക്തി തന്നെയാണ് ഇതിനൊരു റീസൺ. കാരണം ഈ ഒരു സെപ്പറേഷൻ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ കൂടുതൽ പേർക്ക് മനസ്സിലാകുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഒന്നുകൊണ്ടും നിങ്ങളെ ഫേസ് ചെയ്യാൻ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, എന്ത് പറഞ്ഞ് ഇനി റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരും, അവർ ചെയ്തു പോയ മിസ്റ്റേക്ക് തന്നെയാണെന്ന് അവർക്ക് നല്ലൊരു ബോധ്യം ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ എല്ലാവരെയും വിശ്വസിച്ച് പോകുന്ന, അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ ഒക്കെ പെട്ടെന്ന് തന്നെ പോസിബിൾ ആവുന്ന തരത്തിലുള്ള അത്തരം ഒരു വ്യക്തിയായിരിക്കണം. ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള, പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് വിട്ട് കഴിയുമ്പോൾ ഓ അത് തന്നെയാണ് ശരി എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാട് അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടാവാം നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും.
സോ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറി നിൽക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ഫുൾ ടൈം തരാൻ സാധിക്കില്ല എന്ന് പറയുന്ന രീതിയിൽ ഒരു സൂചന പോലെയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഉപദേശിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് അല്ലെങ്കിൽ ഒരുപാട് അബദ്ധത്തിൽ ചെന്ന് ചാടരുത് എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ആരുടെയും വാക്കുകളെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം അവരുടേതായിട്ടുള്ള അവർക്ക് തോന്നണം എന്താണ് അവർ പറയുന്നതാണെങ്കിൽ അവർ ചിന്തിക്കുന്നതാണ് ശരി എന്ന് കരുതുന്ന ഒരു വ്യക്തിയായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകളെ ഒന്നും തന്നെ അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇനി ഒരു അങ്ങനെ നിങ്ങൾ അഡ്വൈസ് ചെയ്തിട്ടും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയിട്ടുള്ള റീസൺ പോലും മേ ബി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് മാറി നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി നോ അങ്ങനെ വേണ്ട എന്നൊക്കെ പറയും. എന്നൊക്കെ ഒരു അത്തരമൊരു മൈനസ് അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. സോ അതായിരിക്കണം കൂടുതൽ പേർക്കും ഒരു ആൻസർ പോലും തരാണ്ട് ഈ ഒരു വ്യക്തി മാറി നിൽക്കുന്നതായിട്ട് മനസ്സിലാവുന്നത്. പക്ഷെ ഇപ്പോൾ അവര് ഭയങ്കര ജെന്യൂൻ ആയിട്ട് തന്നെ തിരികെ വരണം. അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ മൈൻഡിലുള്ള കാര്യമേ നിങ്ങളെക്കുറിച്ചിട്ടാണ്. ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിക്കോട്ടെ, ഒരു ഫിസിക്കൽ പ്രസൻസ് ആയിക്കോട്ടെ ഒക്കെ തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡബിൾ കാർഡിൻ്റെ എനർജിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു പ്രസൻസ് പോലും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. കാരണം അവരായിട്ട് തന്നെ മിസ്റ്റേക്ക് ചെയ്തു പോയി. ഇനി തിരികെ വന്നാൽ എന്താണ് നിങ്ങളുടെ റിയാക്ഷൻ? നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? എന്നൊരു കാര്യത്തിലൊക്കെ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഒരുപക്ഷേ അത്തരമൊരു കാരണം കൊണ്ടായിരിക്കണം ഇപ്പോൾ അവർ നിങ്ങളിൽ നിന്നും കുറച്ചുകൂടെ ഒരു അകൽച്ച പാലിച്ച് നിൽക്കുന്നത്. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് ആയിട്ട് ഒരു ഹിഡൻ ഫീലിങ്സ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളോടുള്ള ഒരു സ്നേഹം തന്നെയാണ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ റീഡിങ്ങിൽ കിട്ടുന്നത്. അവർ ഒരുപാട് നിങ്ങളെ ഈ ഒരു സമയത്തും പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു അവസരം വരുന്ന സമയത്ത് നിങ്ങളോട് വന്നൊരു അപ്പോളജീസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഓക്കെ പറഞ്ഞാലും ഇല്ലെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ആൻസർ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളോട് വന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ അവരുടെ ഒരു അവസ്ഥ പറഞ്ഞ് നിങ്ങളോട് മാപ്പ് ചോദിക്കണം എന്നൊക്കെ ചിലപ്പോൾ അവർ കരുതുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പുറമേ അവരെ കാണുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ മീൻസ് ചേസ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അവർ ആക്റ്റീവായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിലും ഒരു ഹിഡൻ ഫീലിങ്സ് ആയിട്ട് ഇവിടെ കിട്ടുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇതാണ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫൈവ് ഓഫ് സ്പോർട്സ് വീണ്ടും അതായത് ഒരു വീണ്ടും ഇവിടെ മനസ്സിലാകുന്നത് ഫൈവ് ഓഫ് സ്പോർട്സിന്റെ എനർജിയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും അവരൊരു ടൈഡപ്പായിട്ടുള്ള സിറ്റുവേഷനിലാണ്. അവരുടെ ആ ഒരു എന്തിനു വേണ്ടിയിട്ടാണോ അവർ എന്ത് ആഗ്രഹിച്ചാണോ അല്ലെങ്കിൽ കുറെ കൂടി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഒക്കെ ആഗ്രഹിച്ചായിരിക്കണം അതിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ കാര്യങ്ങൾ പോലും മാറ്റി വെച്ചുകൊണ്ട് അവർ പോയിട്ടുള്ളത്. പക്ഷെ അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഡെവലപ്പായിട്ടുള്ള അവസ്ഥയാണ്. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം? ഇതിപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ലൈഫിൽ ഇനി മുന്നോട്ട് പല പല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പലതരം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം. ഫാമിലിയിലുള്ള കാര്യമായിക്കോട്ടെ. എന്ത് തന്നെയാണെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പോലും ഉള്ള ഒരു അത്തരം ഒരു മനസ്സ് പോലും അവർക്കില്ല. കാരണം അത്രത്തോളം അവർ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളൊരു എനർജിയാണ് കിട്ടുന്നത്. അതുപോലെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്യൂനോ കപ്സിന്റെ എനർജി നോക്കുകയാണെങ്കിലും അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരിലേക്ക് തിരികെ വരണം. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് പഴയതുപോലെ തന്നെ കൊണ്ടുപോകണം എന്നൊക്കെ തന്നെ അതിയായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്.